നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ ആളുകേറ മലയിലെ കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റ്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുതിയ കണ്ടെത്തൽ. ആലപ്പുഴ ചാരുമൂട് സ്വദേശി അനിക്കുട്ടനാണ് കൊല്ലപ്പെട്ടതെന്ന് DNA പരിശോധനാ ഫലം. കൊല്ലത്ത് വ്യാജ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന കോടതികളിൽ ബോംബ് വെച്ചെന്നായിരുന്നു ഭീഷണി സന്ദേശം. കൊല്ലം CJM കോടതിയിലേക്കാണ് ഭീഷണി മെയിൽ എത്തിയത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനുള്ളിൽ DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി. BJP പ്രവർത്തകൻ കൊടുത്ത കേസിൽ DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംഭവം. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസ് എത്തി നേതാക്കളെ പുറത്താക്കി. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവം. അഭിഗീതിന്റെ വീട് മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ ആളുകേറ മലയിലെ കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റ്. പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അനിൽകുമാർ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് DNA പരിശോധനയിൽ തെളിയുന്നത്. പുനലൂർ മുക്കടവ് ആളുകേറ മലയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട DNA പരിശോധനാ ഫലം പുറത്തുവരുമ്പോൾ കേസന്വേഷണത്തിൽ വൻ ട്വിസ്റ്റ്. പ്രതി എന്ന് ഇത്രകാലവും പോലീസ് സംശയിച്ചിരുന്ന ആളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-നാണ് റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മധ്യവയസ്കന്റെ കത്തിക്കരിഞ്ഞ ജഡം പ്രദേശവാസി കാണുന്നത്. ഇതേ തുടർന്ന് വിപുലമായ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും മരിച്ചതാരെന്ന് കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. മരിച്ചയാളുടെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം വികൃതമാക്കിയിരുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെങ്കിൽ ചുറ്റുമുള്ള കരിയിലകൾ കത്തുമായിരുന്നുവെന്നും ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കിയതാകാമെന്നുമൊക്കെയുള്ള അനുമാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ചങ്ങല പൂട്ടിയിരുന്ന പൂട്ടിന്റെ താക്കോൽ പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് വേടരപ്ലാവ് സ്വദേശിയായ 45 വയസ്സുള്ള പാപ്പർ എന്ന് വിളിപ്പേരുള്ള അനിക്കുട്ടൻ എന്നയാൾ കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതിന്റെ ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇതോടെ പ്രതി ഇയാളാകാമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും പ്രതിയെ കിട്ടാതായതോടെ പോലീസ് ഇയാളുടെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതിനിടെ പോലീസ് നടത്തിയ DNA പരിശോധനയിലാണ് മരിച്ചയാളുടെ DNAയും കൊലപാതകിയെന്ന് സംശയിക്കുന്നയാളുടെ ബന്ധുക്കളുടെ DNAയും തമ്മിൽ സാദൃശ്യമുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതോടെ മരിച്ചത് ഇയാളാകാമെന്ന സംശയത്തിലാണ് പോലീസ്. ഇത്രയും കാലം മരിച്ചതാരെന്ന സംശയമാണ് പോലീസിനെ കുഴക്കിയിരുന്നത്. എന്നാൽ മരിച്ചത് അനിക്കുട്ടൻ തന്നെ എന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും പോലീസിനാകുന്നില്ല. ചങ്ങലയിൽ ബന്ധിച്ചു കിടന്നയാളുടെ ഇടതുകാലിന് സ്വാധീനമില്ലെന്നും ഇടതു നെഞ്ചിന് താഴെ കുത്തേറ്റിട്ടുണ്ടെന്നുമാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പെട്രോൾ വാങ്ങുന്നയാളിന്റെ ഇടതുകാലിന് സ്വാധീനക്കുറവുള്ളതായി ദൃശ്യത്തിൽ തോന്നുന്നില്ല എന്ന മറുവാദവും നിലനിൽക്കുന്നുണ്ട്. മുൻപും പുനലൂരിൽ നടന്ന കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ട്. 10 വർഷം മുൻപ് പുനലൂരിലെ ബാറിന് സമീപത്തായി മരിച്ചു കിടന്നയാളിന്റേത് കൊലപാതകമെന്ന് വ്യക്തമായിട്ടും അന്വേഷണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒത്തുപോകാത്തതാണ് ഇവിടെയും പോലീസിനെ കുഴക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRD-യിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRD-യിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സെന്റർ ഉണ്ടാവുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇത് വിപുലമായി ഭാവിയിൽ വളരാൻ പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാം ആത്മവിശ്വാസമുണ്ട്. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണ്. സാമൂഹിക ഇടപെടലുകളും നിയമരംഗത്തെ പാണ്ഡിത്യവും ചർച്ച ചെയ്യാനും ആവശ്യമായ രേഖകൾ ശേഖരിക്കാനുമുള്ള ഇടമായി ഇവിടം വളരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുന്നു.
ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ശ്രീ പ്രകാശ് രാജിനെ പോലുള്ള ആളുകളോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഭരണഘടന ഒരു സമരായുധമാണ്. ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് എല്ലാവരിലും ബോധമുണ്ടാക്കുക എന്നത് ഇന്ന് അനിവാര്യമാണ്. അപ്പോൾ ഈ ഭരണഘടനയെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തെ, ദ ഐഡിയ ഓഫ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഒരു ആയുധമായി ഉപയോഗിക്കാനാവും. We need to take an oath to say this country will not be Hindi Rashtra or Hindu Rashtra. No. This country, the people of this country will not go ahead with any religious books, whether it is Bhagavad Gita, Ramayana, Mahabharata, Bible or Quran. We will go through only Constitution. Because Constitution is the only hope for a new India. Constitution is the only verdict which will let all languages, the federal system, the brotherhood, equality and way ahead. So when we read Constitution, when we talk about Constitution, you should understand the pain which etched the Constitution. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊല്ലത്ത് കോടതികൾക്ക് വ്യാജ ബോംബ് ഭീഷണി. കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന കോടതികളിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. കൊല്ലം CJM കോടതിയിലേക്കാണ് ഭീഷണി മെയിൽ എത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും അലക്സ് പോൾ മേനോൻ എന്ന മെയിലിൽ നിന്നും മലയാളത്തിലാണ് ഭീഷണി സന്ദേശം വന്നത്. തമിഴ്നാട്ടിൽ നിന്നും അലക്സ് പോൾ മേനോൻ എന്ന മെയിലിൽ നിന്നുമാണ് മലയാളത്തിൽ ഭീഷണി സന്ദേശം വന്നത്. സൈനൈഡ് വാതകം നിറച്ച 15 ബോംബുകൾ കോടതിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് 1:30 ബോംബ് പൊട്ടുമെന്നുമായിരുന്നു സന്ദേശത്തിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ വരരുതെന്നാണ് മെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സന്ദേശമെത്തിയതോടെ ബോംബ് ഡോഗ് സ്ക്വാഡും വെസ്റ്റ് പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. മണിക്കൂറുകളോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താനായില്ല. അടുത്തിടെയായി നിരവധി ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് കളക്ട്രേറ്റിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ആദ്യമായി കന്നുകാലി വളർത്തുമൃഗ വ്യാപാരത്തിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാവുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയെ ഓൺലൈനിലൂടെ നേരിട്ട് കണ്ടുവാങ്ങാൻ കഴിയുന്ന സംവിധാനമാണിത്. ലാപ്ടോപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഏറ്റവും മികച്ച പക്ഷി മൃഗാദികളെ വിപണനം നടത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് സംഘടിപ്പിച്ച വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ സമർപ്പണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കന്നുകാലി വിപണന മേഖല ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ഡിജിറ്റലൈസേഷൻ ഓഫ് അനിമൽ സെയിൽ എ മൊബൈൽ ആൻഡ് വെബ് ആപ്ലിക്കേഷൻ എന്ന ആശയവുമായി സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിച്ചു. ഓൺലൈൻ വ്യാപാര പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനുള്ള ചുമതല MS അമിഗോസിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ പ്ലാറ്റ്ഫോം വഴി കർഷകർക്കും മൃഗങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ സഹായകരമാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ആരംഭിക്കുക. സാധാരണ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വളർത്തുമൃഗങ്ങളെ മേടിക്കാൻ പോകണമെങ്കിൽ, പശുക്കളെയൊക്കെ മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൂര പ്രദേശങ്ങളിൽ പോകുമ്പോൾ പരിചയമില്ലാത്ത എന്തെങ്കിലും രോഗബാധ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നു. അതിലൊരു നിശ്ചിത റേറ്റുകളോ മറ്റോ ഒന്നും കാണാത്ത ഒരു സാഹചര്യമാണ് വരുന്നത്. എന്നാൽ നമുക്കറിയാം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ കർഷകർക്ക് ആവശ്യം എന്താണ് എന്ന് ചോദിച്ചറിയുന്നത്. ചിലപ്പോൾ പശുവിനുമാണെങ്കിൽ ഏത് ഇനം പശു പ്രസവത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണോ, അതോ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ളതാണോ, അതോ പാല് കൂടിയതാണോ, എല്ലാ വിവരങ്ങളും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുകയും നമ്മുടെ വളർത്തു പക്ഷികൾ, വളർത്തു മൃഗങ്ങൾ നമുക്ക്, അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ അതിനെ നേരിട്ട് കണ്ട് തന്നെ നമുക്ക് അതിനെ പർച്ചേസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് നമ്മൾ ഇത്തരത്തിൽ ലാപ്ടോപ്പ് എന്ന പേരിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനമാക്കാം. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ്. കർഷകർക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയും നിലവിലുള്ള വിപണി സംവിധാനത്തിലെ പരിമിതികൾ പരിഹരിച്ച് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമിടയിൽ സുരക്ഷിതവും സുതാര്യവുമായ ഇടപാടുകൾ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കന്നുകാലി വിപണന മേഖല ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് നൂതനാശയം നടപ്പാക്കുന്നത്. നിലവിൽ വെബ് ആപ്ലിക്കേഷനായും ആൻഡ്രോയിഡ് അടിസ്ഥാനമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനുമായാണ് പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. ആവശ്യാനുസരണം ഭാവിയിൽ iOS പതിപ്പും വികസിപ്പിക്കും. iOS യൂസർക്ക് നിലവിൽ വെബ് പ്ലാറ്റ്ഫോം വഴി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം.
പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിൽക്കുന്നവർ മൃഗങ്ങളുടെ ഇനം, തരം, ആരോഗ്യ വിവരങ്ങൾ, ഫോട്ടോ, വീഡിയോ, വാക്സിനേഷൻ വിവരങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ് ആപ്ലിക്കേഷന് നേതൃത്വം നൽകുന്നത്. KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R. രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബോർഡ് ജനറൽ മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ D. ഷൈൻകുമാർ, KLD ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. ഐഷ പോറ്റിയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് UDF. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ ഐഷ പോറ്റിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച UDF പ്രവർത്തകർ. ഈ രണ്ട് വാർഡുകളുടെയും തുടക്കം രണ്ട് നിയോജകമണ്ഡലം തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം അതുകൊണ്ട് സംഗമ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഈ പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് അത് തന്നെ. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന പഴയ ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് 35 അടി നീളവും 10 അടി വീതിയുമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കുണ്ടറയുടെ പരിധി തീരുന്ന ഭാഗത്ത് മഞ്ഞയും ബ്രൗണും കലർന്ന പശ്ചാത്തലത്തിൽ PC വിഷ്ണുനാഥിന്റെ ഫോട്ടോയും, കൊട്ടാരക്കര മണ്ഡലം ആരംഭിക്കുന്ന ഭാഗത്ത് വെള്ളയും നീലയും കലർന്ന പശ്ചാത്തലത്തിലുമാണ് ഐഷ പോറ്റിയുടെ ഫോട്ടോ പതിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇന്ന് ആസന്നമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപനങ്ങൾക്ക് വരും മുന്നേ ഞങ്ങൾ എഴുകോൺ നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളൊരു കൂറ്റൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. 35 സൈസ്. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 വാർഡുകളുടെയും സംഗമസ്ഥാനമാണ്. 2 മണ്ഡലങ്ങളുടെ, അതായത് കൊട്ടാരക്കര നിയോജകമണ്ഡലം ഐഷ പോറ്റിയുടെയും കുണ്ടറ നിയോജകമണ്ഡലത്തിന്റെ സാരഥിയായിട്ടുള്ള PC വിഷ്ണുനാഥിന്റെയും 2 വാർഡ് നിയോജകമണ്ഡല സംഗമസ്ഥാനമാണ്. ഇതിനപ്പുറത്തോട്ട് ഈ പ്രദേശങ്ങളിൽ കുണ്ടറ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും ഇങ്ങോട്ട് മാറി അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഐഷ പോറ്റിയുടെ. അപ്പം അതിന് മുന്നോടിയായി പ്രചരണങ്ങൾക്ക് ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും ഞങ്ങളെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെയും കുണ്ടറ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഞങ്ങൾ പ്രചരണത്തിന് ആരംഭം കുറിക്കുന്ന ഈ ഒരു പ്രസ്തുത വേളയിൽ അതിന്റെ ഭാഗവത്താവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുനലൂർ വിസ്മയ കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി. അവകാശങ്ങൾ നേടിയെടുക്കാൻ സംരക്ഷിക്കാൻ ജീവൻ സദേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R. കമലാഹർ ഉദ്ഘാടനം നിർവഹിച്ചു. KFPSA സംസ്ഥാന പ്രസിഡന്റ് KA. സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷാജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MN ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു. R. ദിൻഷ്, കോശി ജോൺ, CK. ഹാഫി തുടങ്ങിയവർ പങ്കെടുത്തു. 2025 വർഷത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച KFPSA അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സംഘടനയുടെ സംസ്ഥാന കൗൺസിലിൽ വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഇന്നും ഇക്കാലത്തും നമുക്കതൊരു ഇപ്പോഴും ആലോചിക്കുമ്പോഴൊരു വലിയ മോട്ടിവേഷനായിട്ടാണ് തോന്നുന്നത്. ഞാനും സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ഒരു ദിവസമാണ് സർവീസിൽ കയറിയത്. അന്ന് ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളെ ബോറടിപ്പിക്കല്ലേ പെട്ടെന്ന് നിർത്തിക്കോളാം. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൂട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മളൊരാൾ സ്റ്റേഷനിൽ ജോയിൻ ചെയ്താൽ എല്ലാവരുടെ വലിയ എല്ലാവരെയും പിന്നെ നല്ല രീതിയിൽ സ്വാഗതമൊക്കെ ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും. അന്നൊക്കെ എന്ന് വെച്ചാൽ പല സ്ഥലത്തും കറണ്ടില്ല, പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാർ അവർ നമ്മളെ അഭിസംബോധന ചെയ്ത് നല്ല ഭാഷയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത, ഞങ്ങളത് കുറേ ആൾക്കാർ സേതു ഉത്സാഹൻ, ഞാൻ പിന്നെ അതുപോലെ റാന്നി റേഞ്ച് ഓഫീസറായിട്ട് ജയന്, പിന്നെ കൊല്ലത്തുള്ള അനിൽകുമാർ സാറ്, അതുപോലെ എൻ്റെ സ്റ്റേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഈ മോട്ടിവേഷൻ തന്നിട്ടുള്ളവരാണ് ഗിരി. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മളെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ പിന്നെ പെരട്ടുമൊക്കെ ചെയ്യുമ്പോഴും
നമുക്കിങ്ങനെ സ്റ്റേഷനിലോ മറ്റ് സ്റ്റേഷനുകളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സുഹൃത്ത് വൃന്ദം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംഘടനയുടെ ശക്തമായ ഇടപെടലിലൂടെ നമുക്ക് പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ സദൈവ് സർക്കിളിന് 27 ജീവനക്കാർ ഈ സംഘടനാ വർഷം പ്രൊമോഷനായി. അതുകൂടാതെ നമ്മുടെ ഗ്രേഡ് ഡെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രേഡ് ഡെസിഗ്നേഷൻ കാലാവധി കുറയ്ക്കുവാൻ സാധിച്ചു. ആ ഉത്തരവുകളിലെല്ലാം നമ്മുടെ കേരള KFPSA-യുടെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ നിവേദനം എന്നാണ് സൂചനകളെല്ലാം കാണിക്കുന്നത്. ഏത് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സംഘടനയുടെ ഒരു ശക്തമായ ഇടപെടൽ മൂലമാണ് ഇത്തരം ഉത്തരവുകൾ നമുക്ക് ഇറക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വാച്ചർമാരുടെ പേരുമാറ്റം, നമുക്ക് വളരെ വർഷങ്ങളായി നമുക്ക് ഈ വാച്ചർമാരുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാച്ചർമാർ കോടതിയിൽ കേസ് വരികയായിരുന്നു. നമ്മൾ അതുകൂടാതെ സംഘടന ശക്തമായ ഇടപെടൽ മൂലമാണ് വാച്ചർമാരുടെ പേരുമാറ്റം നമുക്ക് സാധ്യമായത്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റികളിൽ ആദ്യ ജില്ലാ സമ്മേളനം ഇന്ന് കൊല്ലം ജില്ലയിൽ നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ഏറ്റവും ഗംഭീരമായ രീതിയിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങൾ മുൻകൂട്ടി തുടങ്ങുന്നതിൽ കൂടിയാണ് ജില്ലാ സമ്മേളനം എത്രയും നേരത്തെ തന്നെ പൂർത്തിയാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത് നടത്തപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊല്ലം ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചിന്തനകളെ ഇന്ന് ആരോ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ആരാണത്? സംബഡീസ് ഹൈജാക്കിംഗ്. അതായത് നമ്മുടെ ഒவ்வொரு പീരീഡിലും ശരി ഓരോ സാധനം അതിന്റെ വില ലോകത്തിൽ കൂടി വന്നു. അത് വിറ്റ ആളുകൾ ഭയങ്കര വലിയ ആളുകളായി, ബിസിനസ്മാനുകളായി. ഒരു സമയത്തിൽ 1300-400 നോക്കിയാൽ അലുമിനിയം വിറ്റ ആളുകൾ അന്ന് ഗോൾഡെക്കാട്ടിലും അലുമിനിയം കൂടുതൽ റേറ്റാണ്. നമുക്ക് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫിന്റെ ഒരുപാട് അവകാശം ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് നേടിയെടുക്കുവാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദീർഘനാളായിട്ട് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് നിരന്തര പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. സാമൂഹിക ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു ധർണ. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു ധർണ. CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തു. ആ തുകയിൽ 630 കോടി രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശിവദാസൻ MP, KSKTUവിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ ശിവദാസൻ MP ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി പറഞ്ഞത് കേരളത്തിലെ കുടിശ്ശിക തരുന്ന കാര്യം ആലോചിക്കാമെന്ന് പോലും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇനി കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ വിഹിതം മേലിൽ കേരളത്തിന് നൽകില്ല എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായ വിഷയം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ആ തിരുത്തപ്പെടുന്നതിനാവശ്യമായി ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവർ, വിധവാ പെൻഷൻ ലഭിക്കുന്നവർ, കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവർ, അവിവാഹിതരായ സഹോദരിമാർ മേടിക്കുന്ന പെൻഷൻ അടക്കം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനോട് കേന്ദ്ര ഗവൺമെന്റ് എന്നും മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ KSKTUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ പോസ്റ്റ് ഓഫീസ് പടിക്കലും പ്രതിഷേധം നടത്തിയത്. S ബിജു, രാമൻകുട്ടി, B രാജീവ്, സോമശേഖരൻ, സജീവൻ, രത്നാകരൻ, നിമ്മി അബ്രഹാം, മിനി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയ ഒരു കാൽവെപ്പായി നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റിന്റെ ആദ്യ
PPP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയൊരു കാൽവയ്പായി മാറുകയാണ് നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണികഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ഈ പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. സുതാര്യമായ ഇ ടെൻഡർ പോർട്ടൽ വഴി 60 അംഗ കൺസോർഷ്യത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കാനുള്ള സമ്മതപത്രം കൺസോർഷ്യത്തിന് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരപത്രത്തിന്റെ കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ചരിത്രത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമ്പോൾ പ്രധാനമായിട്ടും pre-C post-C കോഴ്സുകൾ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ വലിയ ഏർലി സ്റ്റേജ് ഒരു സ്റ്റാങ്കുമാർക്കെല്ലാം ലൈസൻസിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. ഇപ്പം കൊടുങ്ങല്ലൂർ ഇതിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാങ്കുമാർ, അതിന്റെ എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നവർ, ഇവർക്കുള്ള ബേസിക് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രം ആ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചത്. പിന്നീടാണ് അതിന്റെ ഹയർ ലെവലിലേക്ക് pre-C post-C കോഴ്സുകൾ ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2013-14 കാലഘട്ടത്തിൽ അന്നത്തെ ഇതിന്റെ കോൺട്രാക്ടറും അതുപോലെ കൺസൾട്ടന്റും പിന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഹാർബർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണം. മാരിടൈം ബോർഡ് ചെയർപേഴ്സൺ NS പിള്ള അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് ഏവർക്കും, നിങ്ങളെല്ലാം ഭൂരിപക്ഷവും ഈ നാട്ടുകാരാണ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ഗവൺമെന്റ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്യമ ശ്രമത്തിലാണ്. ഏതാണ്ട് 2014 നിർമ്മാണം ആരംഭിച്ച് ഏകദേശം 40 കോടി രൂപയോളം ചെലവഴിച്ച് ഇന്ന് കഴിഞ്ഞ 12 വർഷമായി നിഷ്ക്രിയമായി കിടക്കുകയാണ് ഈ ആസ്തി. യഥാർത്ഥത്തിൽ CRZ ഉൾപ്പെടെ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ അതോറിറ്റിയുടെ പെർമിഷൻ ഉൾപ്പെടെ വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ സ്ഥാപനം അന്നത്തെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് കേസിൽ പലതരത്തിലുള്ള വ്യവഹാരത്തിൽപ്പെടുകയും നിർമ്മാണത്തിൽ കരാറുകാരും ഉപകരാറുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കേസും വഴക്കുമായി ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ ഈ വലിയ പശ്ചാത്തല സൗകര്യം നിഷ്ക്രിയമായി. ഇനി ഇത് തുടർന്നിരുന്നെങ്കിൽ ഇതെല്ലാം മണ്ണടിയുന്ന സ്ഥിതിയിലാണ്. കൈമാറാതെ ഗവൺമെന്റിന്റെ കയ്യിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് 30-45 വർഷവും ഗവൺമെന്റ് തന്നെ ഉടമസ്ഥനായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഒരിക്കലും ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്തായി മാറ്റുക എന്നുള്ള ആക്ഷേപത്തിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വിനീതമായി പറയാനുള്ളത്, ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ചോദിച്ചാൽ വ്യക്തമായി നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്ഷേപം ഈ കാണുന്ന ഈ രൂപത്തിൽ കാണുന്ന മൊത്തം പ്രോപ്പർട്ടി മാത്രം. ഷമീർ താഴെപ്പീടികയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിജാനിൽ, ഷേർലി ഹെൻറി, ഷൈൻഹേക്ക്, സജികുമാർ, രാജു നായർ, ക്യാപ്റ്റൻ അശ്വനി പ്രതാപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനുള്ളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി. മുതുവിലാക്കാട് സ്വദേശിയായ BJP പ്രവർത്തകൻ കൊടുത്ത കേസിൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംഭവം. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് എത്തി നേതാക്കളെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് ഡിവൈഎഫ്ഐ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംഘർഷമുണ്ടായത്. മുതുവിലാക്കാട് സ്വദേശിയായ BJP പ്രവർത്തകൻ കൊടുത്ത കേസിൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംഭവം. മുതുവിലാക്കാട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ RSS പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളെ പോലീസ് വിളിച്ചു വരുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ന് ഡിവൈഎഫ്ഐ കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും CPMന്റെ ജനപ്രതിനിധികളും സ്റ്റേഷനിലെത്തി. പരാതിയിൽ മൊഴി നൽകി പുറത്തേക്കിറങ്ങിയ RSS പ്രവർത്തകനും ഡിവൈഎഫ്ഐ നേതാക്കളുമായി വാക്കേറ്റമുണ്ടായി.
പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇരു കൂട്ടരെയും മാറ്റിയത്. ഇതിനുശേഷം കസ്റ്റഡിയിലുള്ള പ്രവർത്തകരോട് അനുമതിയില്ലാതെ ഡിവൈഎഫ്ഐ നേതാക്കൾ സംസാരിച്ചത് ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ തർക്കമായി. പരസ്പരം പോർവിളിയായതോടെ കയ്യാങ്കളിയിലേക്ക് നീണ്ടു. കൂടുതൽ പോലീസ് എത്തി നേതാക്കളെ സ്റ്റേഷനിൽ നിന്നും തള്ളി പുറത്താക്കി. പിന്നീട് സ്റ്റേഷന്റെ മുന്നിലും പോലീസുമായി വാക്കേറ്റം തുടർന്നു. ഏറെ നേരത്തെ തർക്കങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചു. എന്നാൽ മുതുവിലാക്കാട്ടെ പ്രശ്നത്തിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങി മരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി സജി ചെറിയാൻ. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങിമരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ പുതിയ വിളയിലുള്ള വസതി മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച വിശദമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവത്തിന്റെ ഫാക്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണം. അല്ല, പല കുട്ടികളെ ഇപ്പോൾ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നതിനെ പറ്റി അന്വേഷണമാണ്, പോലീസ് അന്വേഷണമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പം ഞാനത് നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാവുന്ന കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി, CPIM പുതിയവിള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C അജികുമാർ, വൈസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ് തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. MLA U പ്രതിഭയും വീട് സന്ദർശിച്ചു. ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, കായംകുളം കണ്ടല്ലൂർ പുതിയവിള വേലൻചിറയിൽ അഭിരാമത്തിൽ KP ബിജുവിന്റെയും മുതുകുളം സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിന്ദുവിന്റെയും മകൻ അഭിഗീതാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:00 തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതക്കാരനായ മകൻ തിങ്കളാഴ്ച രാത്രിയിലും വിളിച്ചിരുന്നതായും സംസാരത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് KP ബിജു പറഞ്ഞു. സമഗ്രമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. I hate myself എന്നും തൊട്ടടുത്ത ദിവസം വരുന്ന അമ്മുവിന്റെ ബർത്ത്ഡേ ഇക്കാരണത്താൽ അലങ്കോലമാക്കേണ്ടി വരുന്നതിന്റെ വിഷമവും ആത്മഹത്യക്കുറിപ്പിൽ പ്രതിപാദിച്ചിരുന്നു. പിതാവ് ബിജു മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി കുറിപ്പിലെ മകന്റെ കൈയക്ഷരം തിരിച്ചറിഞ്ഞു. ജ്യേഷ്ഠൻ പഠിച്ച നവോദയ വിദ്യാലയത്തിൽ സ്വന്തം ആഗ്രഹപ്രകാരമാണ് അഭിഗീത് അഡ്മിഷൻ നേടിയത്. ഏക സഹോദരൻ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായ അഭിനന്ദാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ആളുകേറാമലയിലെ കൊലപാതകത്തിൽ വൻ ട്വിസ്റ്റ്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുതിയ കണ്ടെത്തൽ. ആലപ്പുഴ ചാരുമൂട് സ്വദേശി അനിക്കുട്ടനാണ് കൊല്ലപ്പെട്ടതെന്ന് DNA പരിശോധനാ ഫലം. കൊല്ലത്ത് വ്യാജ ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന കോടതികളിൽ ബോംബ് വെച്ചെന്നായിരുന്നു ഭീഷണി സന്ദേശം. കൊല്ലം CJM കോടതിയിലേക്കാണ് ഭീഷണി മെയിൽ എത്തിയത്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനുള്ളിൽ DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി. BJP പ്രവർത്തകൻ കൊടുത്ത കേസിൽ DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംഭവം. പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസ് എത്തി നേതാക്കളെ പുറത്താക്കി. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവം. അഭിഗീതിന്റെ വീട് മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.